ഇരുവഴിഞ്ഞിപ്പുഴയുടെ വീണ്ടെടുപ്പിനും നീർനായ ശല്യത്തിനുമെതിരെ കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും സംഘടിപ്പിച്ച് ഇരുവഴിഞ്ഞിപ്പുഴ കൂട്ടായ്മ. പുഴ ജീവിതം തിരികെ പിടിക്കുകയെന്ന ലക്ഷ്യത്തിൽ പുതുതലമുറയെ കൂടി ചേർത്ത് നിർത്തിയാണ് കൂട്ടക്കുളിയും സൗഹൃദ നീന്തലും സംഘടിപ്പിച്ചത്. മലയോര മേഖലയുടെ ജീവനാഡിയായി ഒഴുകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ ശുചീകരണവും സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പുഴയിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനകളും പുഴ സ്നേഹികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രകൃതി സ്നേഹികൾ പരിപാടിയിൽ പങ്കാളികളായി. കുളിക്കടവുകളിൽ നീർനായകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഉചിതമായ മാർഗങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സംഘാടകർ ആവശ്യമുന്നയിച്ചു. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം നീർനായയുടെ ശല്യം കാരണം ആളുകൾക്ക് പോയി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുളിക്കടവിൽ സംരക്ഷണ വലയം തീർത്ത് നിർഭയമായി കുളിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. സൗഹൃദ കൂട്ടനീന്തലിന് മുക്കം നഗരസഭ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ 7 വയസ്സുകാരിയായ റന ഫാത്തിമയും മാവൂർ ചാലിയാർ ഡൈവേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളും നേതൃത്വം നൽകി. കൊടിയത്തൂർ കോട്ടമൂഴിക്കടവിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ നിർവഹിച്ചു. ഇരുവഴിഞ്ഞി കൂട്ടായ്മ ചെയർമാൻ PKC മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ പുഴ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംരക്ഷണം നമ്മുടെ ബാധ്യതയാണെന്ന തിരിച്ചറിവിൽ നമുക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം. റന ഫാത്തിമ, പ്രമുഖ വ്ലോഗറായ ബാനാലി ജുനൈസ്, ചാലിയാർ ഡൈവേഴ്സ് ക്ലബ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.